ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിന്നർ ഡിഷാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി സോസേജാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചില്ലി സോസേജ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ഒരു പാക്കറ്റ് സോസേജാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 5 എണ്ണം നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ജസ്റ്റ് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിക്കാനായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു ഷേപ്പിൽ നമുക്കിത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു സോസേജ് എടുത്തതിന് ശേഷം അത് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 3ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മളൊരു ക്രോസ് പോലെ നമ്മളിതിൽ കട്ട് ചെയ്യുക. അതായത് നമ്മൾ ഫുള്ള് ഇത് നമ്മൾ കട്ട് ചെയ്യത്തില്ല, കുറച്ച് നമ്മളിത് ക്രോസ് ചെയ്ത് കട്ട് ചെയ്യുക. ജസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യണം. നമ്മുടെ എല്ലാ സോസേജും നമുക്ക് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്കത് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനിതിങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം ഞാൻ നിങ്ങളെ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. നിങ്ങൾക്കത് മനസ്സിലാവാൻ നേരം ഇതേപോലെ തന്നെ നമ്മുടെ എല്ലാ സോസേജും നമുക്ക് ഇതുകൂട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് ഇച്ചിരി ചെറുതാക്കാവുന്നതാണ്. അതായത് ഒരു സോസേജ് ഒരു 4ആയിട്ട് ഡിവൈഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സൈസിൽ അവരവരുടെ സൈസിൻ്റെ ആ ഒരു കണ്ടനുസരിച്ച് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഒരു പാക്കറ്റ് സോസേജ് ഫുള്ള് നമ്മൾ കട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതുകൂട്ട് കട്ട് ചെയ്താൽ എങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്താൽ കിട്ടുമെന്ന് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചില്ലി സോസേജ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ആദ്യമായി നമ്മൾ എടുത്തിരിക്കുന്നത് തക്കാളിയാണ്. തക്കാളി നമ്മൾ ഒരു മീഡിയം സൈസ് തക്കാളി നമ്മളിതോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം നമ്മളിതോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ചെറുതാവേണ്ട, ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ ഒരു സവാള നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഇതിൻ്റെ ഇതെല്ലാം നമ്മൾ ഇതുകൂട്ട് ഇളക്കിയെടുക്കുക. അടുത്തതായി നമുക്ക് വേണ്ടത് മല്ലിയില. ഞാനിവിടെ ഒരു പിടി മല്ലിയില ഞാനിതുകൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ഇതുകൂട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ആഡ് ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മൾ ആഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോസേജ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം എല്ലാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തതിന് ശേഷം നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കുക്കിംഗ് ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സോസേജ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ സോസേജ് എല്ലാം ഞാനിവിടെ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പാക്കറ്റ് സോസേജ് നമുക്ക് ഒന്നിച്ച് ഒറ്റ ട്രിപ്പിൽ തന്നെ വറക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാനിതെല്ലാം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. നിങ്ങൾ കാണാം, ഒരു സൈഡ് ഇപ്പം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുകൂടി ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കാനുള്ള സൗകര്യത്തിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ 2 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് തുറക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ടർ പാർട്സും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ എണ്ണയിലിട്ട് നന്നായി ഫ്രൈ ആക്കുന്നതിലൂടെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അത് നന്നായിട്ട് ഇത് വിടർന്ന് ഒരു പൂ പോലെ ആയി വരും. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഫ്രൈ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമുക്കിതെല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾ സോസേജ് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സോസേജ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്, എടുത്തിട്ടുണ്ട്. എല്ലാം കറക്റ്റ് പാകത്തിന് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു പാത്രം വെച്ച് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുക്കിംഗ് ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലിട്ട് നന്നായി ഒന്ന് വഴറ്റി കഴിഞ്ഞ ഉടനെ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി നമുക്കങ്ങ് ഡ്രൈ ആവേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ആ ഒരു വാടിയ ലെവലിലാണ് നമുക്ക് ചില്ലി സോസേജിന് നമുക്ക് വേണ്ടത്. ഏകദേശം ഈ ഒരു സമയം ആകുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം കൂടി നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വാടി കിട്ടണം. ആ ഒരു ലെവലാകുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. നമ്മൾ ആ തക്കാളി കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്നും ഒത്തിരി ഓവറായിട്ട് നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം കൂടെ നമുക്കൊന്ന് വാടി കിട്ടിയാൽ മതി. ഏകദേശം ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോസേജ് കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
സോസേജ് കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നുണ്ട്. ഒത്തിരി കൂടാൻ പാടില്ല, കാരണം നമ്മുടെ സോസേജിനൊക്കെ ഓൾറെഡി ഉപ്പ് ഉള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഇതോടൊപ്പം തന്നെ നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. അപ്പോൾ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി നമുക്കിപ്പോൾ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ സോസും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം ഇട്ടതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് പച്ചമുളകാണ്. നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് കൂടി ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നല്ല എരിവ് നമ്മുടെ ഈ കറിക്കെല്ലാം കിട്ടുന്ന രീതിയിൽ നമുക്കിതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ കറിക്ക് വേറൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നതാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഞാനത് ഓപ്ഷനിലാണ്, ഞാൻ ഇടുന്നില്ല. അപ്പോൾ അതുകൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചില്ലി സോസേജ് നമുക്കിവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂടിപ്പോയൊരു 10-15 മിനിറ്റും കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിന്നർ ഡിഷാണിത്. നിങ്ങളെല്ലാം തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചില്ലി സോസേജ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിന്നറിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നൊരു വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾ ഒത്തിരി കുക്കാവാൻ പാടില്ല. ഏകദേശം ഈ ഒരു ലെവലിൽ നമുക്കെല്ലാം ഒന്ന് വാടി കിട്ടിയാൽ മതി. നിങ്ങൾക്ക് കാണാം, സവാളയാണെങ്കിലും ക്യാപ്സിക്കം ആണെങ്കിലും എല്ലാം ഒന്ന് വാടി കിട്ടിയതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചില്ലി സോസേജ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നല്ല ചൂടോടെ തന്നെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നതാണ്. കൂടിപ്പോയാൽ ഒരു 15 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റും കൊണ്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.